ഇന്ത്യൻ ബിസിനസ് കൺസൾട്ടൻസ് എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളൊരു വാഹനം വാങ്ങുന്ന സമയത്ത് അതിൻ്റെ GST നമ്പർ, നിങ്ങൾ വാഹനം വാങ്ങുന്ന സ്ഥലത്ത് നിങ്ങൾ GST നമ്പർ കൊടുത്ത് അതിന് നിങ്ങൾ GST ഇൻപുട്ട് ക്ലെയിം ചെയ്യരുത്. പിന്നെ 1-2 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നൊരു അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ, അതായത് മറ്റൊരാളൊരു വീഡിയോ ഇട്ടിട്ട് അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം, അതിനൊരു ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുന്നത് ഇങ്ങനെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് സെക്ഷൻ 17 സബ്സെക്ഷൻ 5 പറയുന്നതാണ് ഏത് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്തെല്ലാം, അതായത് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റാത്തത് GST എന്തൊക്കെയാണ് എന്നുള്ളതാണ് സെക്ഷൻ 17 സബ്സെക്ഷൻ 5 പറയുന്നത്. അതിൽ പറയുന്ന ഒന്നാണ് വെഹിക്കിള്. അപ്പോൾ വെഹിക്കിളിന് എപ്പോഴെല്ലാം GST ക്ലെയിം ചെയ്യാം, ഏതെല്ലാം കണ്ടീഷൻ ക്ലെയിം ചെയ്യാം, എപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതിൽ ഒന്നാമത്തെ പറയുന്നത്, നിങ്ങൾ ആ വാഹനം വാങ്ങുന്നത് റീസെൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഷോറൂമുകളിലൊക്കെ നമ്മൾ അവിടെ വാഹനം വാങ്ങുന്നു, അവിടെ ഒരു ഷോറൂമിലേക്ക് വാഹനം വാങ്ങുന്നു, കൺസ്യൂമറിന് വിൽക്കുന്നു, ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യാം, GST അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് വാങ്ങുന്ന വെഹിക്കിൾ, അതായത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ, ലോറി, അതുപോലെ അങ്ങനത്തെ വെഹിക്കിൾ, അതിനും GST ക്ലെയിം ചെയ്യാൻ പറ്റും. മറ്റൊരു കണ്ടീഷൻ പറയുന്നത്, നിങ്ങൾ വാങ്ങുന്ന വാഹനത്തിൻ്റെ സിറ്റിംഗ് കപ്പാസിറ്റി 13-ൽ കൂടുതലാണെങ്കിൽ, അപ്പോൾ നമുക്കറിയാം, നമ്മളെ ബിസിനസ് സ്ഥാപനത്തിൽ നമ്മളെ സ്റ്റാഫിനെ കൊണ്ടുപോകുന്നതിന് വാഹനം വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ സിറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 13-ൽ കൂടുതലുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതല്ലാതെ മറ്റൊരു കേസ് പറയുന്നത്, നിങ്ങൾ റെൻറ്റിന് വാഹനം വെക്കുകയാണ്, റെൻറ്റിനോ ലീസിനോ വാഹനം വെക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ ഒരു കേസിലാണ് ഇവിടെ ഡൗട്ട് വന്നിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നമ്മളൊരു വാഹനം വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമ്മളൊരു GST തന്നെ പർച്ചേസ് ചെയ്യാം. എന്നിട്ട് ആ വാഹനം, അതായത് വാഹനം എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ അല്ല, നമ്മൾ നോർമൽ കാർ ഒരു സ്ഥാപനത്തേക്ക് GSTയിൽ ഒരാൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ GST തന്നെ പർച്ചേസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ലീസ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കുക. അതായത് മറ്റൊരു വ്യക്തിക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ലീസിന് റെൻറ്റിന് കൊടുക്കുകയാണ്. നമ്മൾ ഓരോ മാസങ്ങളിൽ കൊടുക്കുമ്പോൾ റെൻറ്റ് പറയും, വർഷങ്ങൾക്ക് 4-5 വർഷങ്ങൾക്ക്, അങ്ങനെ വർഷങ്ങൾക്ക് കൊടുക്കുമ്പോൾ, കൂടുതൽ കാലയളവിന് കൊടുക്കുമ്പോൾ അത് ലീസിനായി. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, GSTയിൽ ഒരു പോയിൻ്റ് ഉണ്ട്, അതായത് റെൻറ്റിനോ ലീസിനോ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞ ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വാഹനം വാങ്ങുന്ന ഇൻപുട്ടിൽ വാങ്ങിയിട്ട് അത് ക്ലെയിം ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലീസ് എഗ്രിമെൻറ്റ് ചെയ്യുക, ഒരു 5-10 വർഷത്തിന് ഒരു ലീസ് എഗ്രിമെൻറ്റ് ചെയ്യുക. എഴുതിയിട്ട് എന്ത് ചെയ്യാം, ആ വാഹനം മറ്റൊരാൾക്ക് കൊടുക്കുന്നവർക്ക് കാണിച്ചിട്ട് എന്ത് ചെയ്യാം, അതിന് ചെറിയൊരു ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ലീസിന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് GSTയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒരു നമ്പർ HSN കോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ GSTയിൽ ആ ഒരു ബിസിനസ് ഉണ്ടെന്നുള്ള ജസ്റ്റ് കാണിക്കുക. അത് അവർ വെരിഫിക്കേഷൻ ഒന്നും ചെയ്യുന്നില്ല, അത് അപ്രൂവ് ചെയ്ത് തരും. ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻപുട്ട് ക്ലെയിം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഒരു നോട്ടീസ് വരുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിലൊന്നാമത്തെ നമ്മൾക്കൊരു നോട്ടീസ് വരികയാണ്, അങ്ങനെ വലിയ എമൗണ്ടിൻ്റെ വാഹനം വാങ്ങി. ഇപ്പോൾ ലാൻഡ് ക്രൂസറൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ലാൻഡ് ക്രൂസർ വാങ്ങി വലിയ എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. നോട്ടീസ് വരാം, 4-5 വർഷം കഴിഞ്ഞിട്ട് നോട്ടീസ് വരാം. അപ്പോൾ ഡബിൾ ഞാൻ പറഞ്ഞു, 4-5 വർഷം ആകുമ്പോൾ അവർ ഡബിൾ ടാക്സ് അടക്കേണ്ടി വരും, എടുത്ത ഇൻപുട്ടും പ്ലസ് ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. വലിയൊരു എമൗണ്ട് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ലീസ് ഡീഡ് ആയിട്ട് പോവുകയാണ്. ഞങ്ങളിതിന് ലീസ് ഡീഡ് എഴുതിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇൻപുട്ട് ക്ലെയിം ചെയ്യാമെന്നുള്ളതാണ് നമ്മളെ വാദം. അപ്പോൾ അത് അംഗീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്ത്, ലീസ് ഡീഡ് ചെറിയ എമൗണ്ട് കാണിച്ചാൽ മതി, നിങ്ങളൊരു 1000 രൂപേൻ്റെ കാണിച്ചാൽ മതി. ഞാൻ പറഞ്ഞതല്ല, ലാൻഡ് ക്രൂസർ എടുക്കുമ്പോൾ അത് കാണിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലാൻഡ് ക്രൂസറിന് സ്പെസിഫൈ ചെയ്തില്ല, അത്ര കാണിച്ചാൽ 1000 രൂപ കാണിച്ചാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കമൻറ്റിൽ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഇനി 1000 അല്ല, 10,000 20,000 ഒക്കെ കാണിച്ചാൽ തന്നെ ചെറിയ എമൗണ്ടല്ലേ GST വരുള്ളൂ. അപ്പോൾ അത് അംഗീകരിക്കുക എന്നാണ് ഒന്നാമത്തെ ചോദ്യം. പിന്നെ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ റെൻ്റൽ വെഹിക്കിൾ ആണെങ്കിൽ സെപ്പറേറ്റ് രജിസ്ട്രേഷനാണ് വരിക. കുറേ കർണാടകയിലും തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞാൽ റെൻ്റൽ വെഹിക്കിളിൻ്റെ നമ്പർ പ്ലേറ്റ് ഡിഫറൻ്റ് ആയിരിക്കും, കാരണം അതിന് സെപ്പറേറ്റ് രജിസ്ട്രേഷനാണ്. അതാണ് ഈ വാഹനത്തിന് നോക്കും, അതല്ല. അപ്പോൾ രണ്ടാമത്തെ ഇഷ്യൂ. പിന്നെ എത്ര വെഹിക്കിൾ ഇതേമാതിരി റെൻ്റൽ സർവീസ് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഒരു റെൻ്റൽ ബിസിനസ് നടത്തുന്ന ആൾ എത്ര വെഹിക്കിൾ, ഒരു വെഹിക്കിൾ. അത് ഇപ്പോൾ ഈ 3 കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഒരു കോമൺ സെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയും ഇത് ടാക്സ് വെട്ടിപ്പാണെന്നുള്ളത് ഒരു ഡൗട്ടുമില്ല. ഇതിനെ പ്രതിരോധിക്കാൻ കൊണ്ടുപോകുന്നത് നമ്മളെന്ത് ലീസ് ഡീഡ്, അത് അപ്രൂവ് ആകുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇനി ഇത് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, ഒരു ഓഫീസർ എന്താവും ഒരിക്കലും ഇത് അംഗീകരിക്കില്ല. രണ്ടാമത്തെ കേസ്, ഇത് കറക്റ്റ് ഇത് ഇൻട്രസ്റ്റ് അടച്ചിട്ടേക്ക്. അപ്പോൾ ഇതിന് നമ്മളെ പേയ്മെൻറ്റ് ഇതായി ഒരു 30 ലക്ഷമാണ് ഇൻപുട്ട് ക്ലെയിം ചെയ്തതെങ്കിൽ അപ്പോൾ ഇതിനത് 60 ലക്ഷമാവും. 4-5 വർഷം കഴിയുമ്പോൾ ഇതിന് 60 ലക്ഷമാവും. ആ 60 ലക്ഷം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അടക്കാൻ പറഞ്ഞിട്ട് ഡിമാൻഡ് നോട്ടീസ് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇല്ലാതെ അടക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മളെ കയ്യിൽ ലീസ് ഡീഡ് ഉണ്ട് പറഞ്ഞു വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വിത്ത് എന്ത് ചെയ്യും, അതിൻ്റെ പെനാൽറ്റി നിങ്ങൾക്ക് കിട്ടും.
ഇനി നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കോടതിയിൽ പോയിട്ട് വേണം നിങ്ങൾക്കിത് പ്രൂവ് ചെയ്യാൻ. അങ്ങനെ കോടതിയിൽ പോയി പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ 20% കെട്ടി വെക്കണം. എന്നിട്ട് വേണം കോടതിയിൽ പോയാണ്ട് അത് പ്രൂവ് ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾ പോകുന്നത് ഈ ലീസ് ഡേറ്റാണ്. അപ്പോൾ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നവർ അതും കൂടി ഒന്ന് മനസ്സിലാക്കുക, ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷന്. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്, നമുക്കത് വരുന്നിടത്ത് വെച്ച് കാണാം. അതല്ലെങ്കിൽ ഇത് ഓക്കെ ആണല്ലോ എന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ടാവും പലപ്പോഴും. എൻ്റെ ഒരു കൺസെപ്റ്റിൽ അത് കറക്റ്റ് അല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡബിൾ ടാക്സാക്ഷൻ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ടാക്സ് എന്നുള്ള കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങി, ഇപ്പോൾ ഒരു 100 രൂപയ്ക്ക് വാങ്ങി അത് 120 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ വീണ്ടും ആ 120 രൂപയ്ക്ക് ഇപ്പോൾ 18%, അതിനും 18% കൊടുക്കേണ്ട. നിങ്ങൾ എക്സ്ട്രാ വാങ്ങുന്ന നിങ്ങളുടെ ഒരു പ്രോഫിറ്റ് മാർജിൻ അതിന് 18% എക്സ്ട്രാ വാങ്ങിയാൽ മതി എന്നാണ്. അത് ആ ഒരു അങ്ങനെ വാങ്ങിയാൽ മതി എന്നാണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ ടാക്സാക്ഷൻ ഒഴിവാക്കാനാണ് ഇൻപുട്ട്. അപ്പോൾ എൻ്റെ കസ്റ്റമർ എന്ത് ചെയ്യണം, അവസാനം അതിൻ്റെ വരുന്ന പ്രൈസിന് എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. ഇവിടെ കാറിൻ്റെ കേസിൽ അദ്ദേഹം തന്നെയാണ് എൻ്റെ കസ്റ്റമറായിട്ട് വരിക. അതല്ല എങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും, ഈ ഒരു ഇൻപുട്ട് യൂസ് ചെയ്യാൻ നിൽക്കും, ഇൻപുട്ടിൽ ക്ലെയിം ചെയ്യും. ആർക്കും ഗവൺമെൻറ് കറക്റ്റ് ടാക്സ് കിട്ടില്ല. കാരണം കാർ എല്ലാവരും വാങ്ങുന്നതാണ്. എല്ലാ ബിസിനസ്സുകാരും എന്ത് ചെയ്യും, ഈ GST ഇൻപുട്ട് ക്ലെയിം ചെയ്യും. അപ്പോൾ അവിടെ അത് കാർ വാങ്ങുന്നത് തന്നെ പേഴ്സണൽ പർപ്പസിനാണ് നമുക്കറിയാം. അപ്പോൾ അതിനൊരിക്കലും ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഫൈനലൈസേഷന്. ഇനി ഇവർ പറയുന്ന പോലെ നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് സാധാരണക്കാരനും GST ഉള്ള ആളുകൾക്ക് മാത്രമല്ല സാധാരണക്കാരനും ഇത് യൂട്ടിലൈസ് ചെയ്തുകൂടെ? അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്കിപ്പോൾ GST ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഞാൻ എന്താണ്, എനിക്കിപ്പോൾ സാലറിക്ക് വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് ബിസിനസ്സും ചെയ്യാമല്ലോ. അപ്പോൾ യാതൊരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനൊരു ബിസിനസ് ഈ GST കാർ വാങ്ങുന്ന സമയം എനിക്കറിയാലോ, ഞാൻ അപ്പോൾ തന്നെ ഒരു GST രജിസ്ട്രേഷൻ എടുത്തു. ചെറിയ ചിലവല്ലേ വരുന്നുള്ളൂ. ഒരു GST രജിസ്ട്രേഷൻ എടുത്തു, ചെറിയ ചിലവല്ലേ വരുന്നുള്ളൂ. രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ഇൻപുട്ട് ഞാൻ ഇവിടെ ക്ലെയിം ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, എൻ്റെ GSTയിൽ ഇൻപുട്ട് വരുന്നു 10 ലക്ഷം. നമ്മളിപ്പോൾ സാധാരണ വാഹനം ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു സ്വിഫ്റ്റോ ഏതെങ്കിലും ലോക്കൽ വാഹനം വാങ്ങണം. അപ്പോൾ എനിക്ക് 28% അപ്രോക്സിമേറ്റ് ഒരു 250, 3 ലക്ഷം കൂട്ടുക. 3 ലക്ഷം എനിക്ക് എന്ത് ചെയ്തു, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ഇതെങ്ങനെ എനിക്ക് ക്യാഷ് ആക്കാൻ പറ്റും? ഞാൻ എന്തായിട്ടാണ്, ഞാനിപ്പോൾ ഈ 2 മാസത്തിന് എന്തെങ്കിലും ഫർണിച്ചർ ബിസിനസ് കാണിക്കുകയാണ്. അതായത് എൻ്റെ കുറച്ച് മരം ഉണ്ട്. അതായത് GST എടുക്കുന്നതിൻ്റെ മുമ്പ് എനിക്ക് അത്ര ടേൺ ഓവർ ഇല്ല. പക്ഷെ എൻ്റെ കുറച്ച് മരം 10 ലക്ഷത്തിൻ്റെ മരൻ്റെ കയ്യിൽ എന്ത് ചെയ്യും, സ്റ്റോക്ക് ഉണ്ട്. ഞാനൊരു എന്ത് ചെയ്യണം, ഞാനിപ്പോൾ നടത്തുന്ന ഒരു ഫർണിച്ചർ ബിസിനസ്സാണ്. ഞാൻ ഫർണിച്ചർ ഇല്ല എന്ത് ചെയ്യണം, ഒരു ബില്ല് കൊടുക്കണം. ഒരു 10 ലക്ഷത്തിൻ്റെ മരം സെയിൽ ചെയ്തവർക്ക് ഒരു ബില്ല് കൊടുക്കണം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 ലക്ഷം അതിൽ 2,80,000 അല്ലെങ്കിൽ 3 ലക്ഷം എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഇപ്പോൾ ഈ എമൗണ്ടിൻ്റെ മൊത്തം എമൗണ്ട് തരണ്ട, അതിൻ്റെ പകുതി എമൗണ്ട് കിട്ടിയാൽ പോലും എനിക്ക് ലാഭമല്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് ബിസിനസ് കിട്ടാണോ, ആകെ 10 ലക്ഷത്തിൻ്റെ ബിസിനസ് നടന്നിട്ടുള്ളൂ. എനിക്ക് അടുത്ത മാസം ബിസിനസ് ഇല്ല, ഞാൻ സാലറിക്ക് പോവുകയാണ്. അതിനുശേഷം ഞാൻ GST ക്യാൻസൽ ചെയ്യുന്നില്ല. ഞാനൊരു ലീസ് അഗ്രിമെൻറ്റ് കൂടിയും ചെയ്തു ഒരു 5 വർഷത്തിന്. എന്ത് ചെയ്തു, ഞാൻ ആ കാറ് ലീസിന് കൊടുത്തമാർക്ക് കാണിച്ചാണ്ട് എന്ത് ചെയ്താൽ മതി, GST ഇങ്ങനെ ഫയൽ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഫർണിച്ചർ ബിസിനസ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് ആ ബിസിനസ് നടക്കുന്നില്ല. ഈ ലീസിൻ്റെ മാത്രം ഓരോ മാസം ഞാൻ 5,000 അതിൻ്റെ GST ഇങ്ങനെ അടിച്ചിങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ചെറിയ ടാക്സ് അല്ലേ, 5 വർഷത്തിന്, ഇനി 10 വർഷത്തിനാണെങ്കിൽ ചെറിയ ടാക്സ്, എനിക്ക് തന്നെ അത് ഫയൽ ചെയ്യാനും വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് ടാക്സ് സേവ് ചെയ്തൂടെ? അത് GST ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിക്കുമോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളാണെങ്കിൽ ഇത് GST ക്ലെയിം ചെയ്യുമോ എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. അതായത് ഇതുപോലൊരു കാര്യം, അതായത് ഇപ്പോൾ അവർ പറയുന്ന പോലെ ടാക്സ് വെട്ടിക്കാൻ നമ്മൾ എത്ര നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞ ലാൻഡ് ക്രൂയിസർ 60 ലക്ഷത്തിൻ്റെ GST അടക്കേണ്ടി വരും. അങ്ങനെയാണ് 60 ലക്ഷം നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്തൂടെ? അങ്ങനെ ക്ലെയിം ചെയ്യാൻ ധൈര്യമുള്ളവർ ക്ലെയിം ചെയ്യും. നോട്ടീസ് വരുമ്പോൾ ഈ പറഞ്ഞ ആളുകളും ഉണ്ടാവില്ല. അപ്പോൾ ഇതിനൊക്കെ ധൈര്യമുള്ള ആളുകളുണ്ടാവും. ഇൻപുട്ടാണ് ക്ലെയിം ചെയ്താൽ ഇപ്പോൾ ഒന്നും നോട്ടീസ് വരില്ല. നോട്ടീസ് വരികയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞ് മിനിമം ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ടാക്സ് അടക്കണം. ഇവിടെ ഇൻകം ടാക്സിൽ ഇതിൻ്റെ കിട്ടിയ അതായത് ഇൻകം വന്നത്, അതായത് ലീസ് കാണിച്ചതിൻ്റെ ഇൻകം വന്നത് അവിടെ കാണിക്കണം. അപ്പോൾ ഈ ഒരു കോംപ്ലിക്കേഷനൊക്കെ വെച്ചാണ്ട് ഈ ഒരു ട്രിക്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. സാധാരണക്കാരനും എന്ത് ചെയ്യുക, വാഹനം വാങ്ങുമ്പോൾ GST എടുക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ എന്താ ചെറിയ എമൗണ്ട്, എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി ചെറിയ എമൗണ്ട് ഫയലിംഗ് ചാർജും കൊടുത്താൽ മതി. എത്രയാ ലാഭം? ഇത് നമ്മൾ ഇൻപുട്ട് ക്ലെയിം ചെയ്തു. അപ്പോൾ നമ്മൾ 1-2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വിൽക്കുകയാണ്. വാഹനം വിൽക്കുന്നതൊക്കെ നോർമലി വരുന്നതാണല്ലോ. നമ്മൾ എന്ത് ചെയ്യും, വാഹനം അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞാലൊക്കെ 5 വർഷം കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ എന്ത് ചെയ്യും, പുതിയ വാഹനം വാങ്ങും. അപ്പോൾ ഈ GST എന്ത് ചെയ്യുക, അപ്പോൾ അതിന് ആ പേയ്മെൻറ്റ് അതിന് അപ്പോൾ ടാക്സ് കൊടുക്കേണ്ടി വരുമോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 50,000 വിറ്റതുമായി കാണിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് 50,000 ടാക്സ് അടിച്ചാൽ പോരെ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഫൈന് നിങ്ങൾക്ക് മാത്രമാണ്.
ഒരു ടാക്സ് കൺസൾട്ടൻറ്റും ആ ഒരു ഫൈന് ഏറ്റെടുക്കില്ല. വെയിറ്റ് 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട്. ഇതിൽ 1-2 ക്വസ്റ്റ്യൻസ്, അതായത് ഇതിൻ്റെ താഴെ വന്നത് 1-2 ക്വസ്റ്റ്യൻസിനൊരു ക്ലാരിഫിക്കേഷന്. അതായത് ഇതിലൊന്ന് ചോദിച്ചിട്ടുള്ളത്, ഒരാൾ ചോദിച്ചിട്ടുള്ളത് ഇതാണ്: നമ്മൾ ആ വാഹനം വാങ്ങുന്ന സമയത്ത്, അതായത് ഇൻപുട്ട് നമ്മൾ വാഹനം നമ്മൾ ലീസിന് കൊടുക്കുകയാണല്ലോ, അപ്പോൾ അതിനോട് 18% കാണിക്കണ്ടേ, പ്ലസ് എന്ത് ചെയ്യണം, ഒരു 30% ഇൻകം ടാക്സും കാണിക്കണ്ടേ. അപ്പോൾ അദ്ദേഹം മേ ബി ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ലെവലിലേക്കാണ്. പാർട്ട്ണർഷിപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം, 30% ആണ് ഇൻകം ടാക്സ് വരുന്നത്. ഇനി അതല്ല 15 ലക്ഷത്തിന് മുകളിൽ ഓൾറെഡി ഇൻകം ആളുകളായിരിക്കുമല്ലോ, 15 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30% എന്ത് ചെയ്യണം, നമ്മൾ ടാക്സ് അടക്കണം. ഇതിന് ഈ വീഡിയോ ഇട്ട ആൾ കൊടുത്ത കമൻറ്റ് എന്ത് പൊട്ടത്തരാണ് നിങ്ങൾ പറയുന്നതെന്നാണ്. അദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യന് വെരി റെലവൻ്റ് ആണ്. കാരണം അതിന് ടാക്സ് കൊടുക്കണമല്ലോ. കാരണം അവർക്ക് ലീസായിട്ട് പോയി എമൗണ്ട് കിട്ടണമെങ്കിൽ ടാക്സ് കൊടുക്കണ്ടേ. ഒരിക്കലും പൊട്ടത്തര. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾ ചിലപ്പോൾ പുതിയതായിട്ട് ടാക്സ് പ്രാക്ടീഷണർ ആയിരിക്കാം, അതല്ലെങ്കിൽ പുതുതായിട്ട് ഈ ഒരു ഫീൽഡിൽ വന്ന ആളുകളായിരിക്കാം. പക്ഷേ അവരിതിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. മേ ബി നമ്മളെക്കാട്ടും കൂടുതൽ അവർ അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഒരു ക്വസ്റ്റ്യനും പൊട്ടത്തരമല്ല, അറിയാത്ത കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ അദ്ദേഹം അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതിൽ ഏറ്റവും എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം സംസാരിക്കുന്നത് ലാൻഡ് ക്രൂയിസറിനെ കുറിച്ചാണ്. അതിൻ്റെ ടാക്സ് അദ്ദേഹം പറയുന്നത് 1000 അടച്ചാൽ മതി എന്നാണ് മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഞാനൊരു സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. അതായത് മുമ്പത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ട് 1000 രൂപ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ലീസ് 1000 രൂപ കാണിച്ചാൽ മതി. അപ്പോൾ 1000 രൂപയ്ക്ക് എത്ര മാസം എന്ത് ചെയ്താൽ മതി, 150 രൂപ മാസം അടിച്ചു പോയാൽ മതി ലാൻഡ് ക്രൂയിസറിന് ഇൻപുട്ട് ക്ലെയിം ചെയ്താൽ. GST ഡിപ്പാർട്ട്മെൻറ്റ് എന്താ സുമ്മാവാ. ഒരു റോസ്റ്റിംഗ് വീഡിയോ അല്ല, ഇതിനെക്കുറിച്ച് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് റീപ്ലൈ തരുന്നതാണ്. പിന്നെ പറയാനുള്ള കാര്യങ്ങൾ ഏകദേശം അതിൽ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം, മുമ്പ് ഞാൻ വീഡിയോ ഇട്ട് അതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുക. പിന്നെ അത് ഇതിൻ്റെ 1-2 കമൻറ്റുകൾ കണ്ടുകൊണ്ടാണ്. ഇതിൽ അദ്ദേഹം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കാര്യം കൂടി കണ്ടപ്പോൾ അവന് ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇടണം എന്ന് എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞത്, ഒരു പെട്ടിക്കടയുടെ പോലും ടാക്സ് ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ഞാൻ ഈ പറയുന്നതൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ശരിയാണ്, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോവിഡ് സമയത്ത് ഓൺലൈനിൽ പഠിച്ചവരായിരിക്കും, അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇദ്ദേഹത്തിന് CA ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്നുള്ള ഈ ഒരു ഇതിനെപ്പറ്റി കൂടുതൽ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് എഴുതിയതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം CA എന്ന കോഴ്സ് അത് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് ഇത് ക്ലാരിഫൈ ചെയ്യുന്നത്. CA കോഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളൊരു കോളേജ് ലെവൽ ഒരിക്കലും കാണാൻ പാടില്ല. കാരണം ഇതിന് പ്രത്യേകിച്ച് ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമില്ല. ഇതിന് അറ്റൻഡൻസ് ഒരു ക്രൈറ്റീരിയ അല്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും CA രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് ഉള്ളൂ CA രജിസ്റ്റർ ചെയ്യാം. മറ്റു കോഴ്സുകളെ പോലെയൊന്നുമല്ല. അറൗണ്ട് 10,000 20,000 ഒക്കെ വരുന്നത്. ഞാൻ പഠിച്ച സമയത്ത് 10,000 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ മാക്സിമം ഒരു 20,000 ഉണ്ടാവും. പക്ഷേ ഇതിൽ AI കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. അറ്റൻഡൻസ് ഒരു ക്രൈറ്റീരിയ അല്ല. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും CAക്കില്ല. CAൻ്റെ ഇത് കോച്ചിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട്, അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ പോയാൽ മതി. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫീസ് കൊടുത്ത് പോകാം. പക്ഷേ അതല്ലാതെ അതിനൊരു ക്രൈറ്റീരിയ അല്ല. അപ്പോൾ കോവിഡ് ക്ലാസ്സിൻ്റെ വീട് ഇപ്പോൾ ഏത് ക്ലാസ്സിൽ ചെയ്താലും. പിന്നെ CAക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് CAൻ്റെ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ 3 വർഷം പ്രാക്ടീസ് ചെയ്ത ആൾക്ക് മാത്രമേ അതിൻ്റെ ഫൈനൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ്റർ ആയ ആൾ 3 വർഷത്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അത് CA പ്രാക്ടീസ് ചെയ്യണമെന്നല്ല, എക്സാം അയാൾക്ക് ഫൈനലിൻ്റെ എക്സാം എഴുതണമെങ്കിൽ 3 വർഷം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ CA എന്ന് പറഞ്ഞത് നിങ്ങൾ വിചാരിച്ച സംഗതിയല്ല. പിന്നെ പെട്ടിക്കടൻ്റെ കാര്യം, ഈ നമ്മളെ നാട്ടിലത്തെ കോടികൾ വരുന്ന സ്ഥാപനങ്ങൾ, പിന്നെ ഈ ലുലു മാളിൻ്റെയൊക്കെ കേസൊക്കെ പറഞ്ഞുകൂടെ. കാരണം ഓൺലൈനിൽ പഠിച്ചവരായിരിക്കാം, അവർക്ക് മലർവാടി, അവർക്കെന്ത് ലുലു മാൾ, നമ്മൾ കണ്ടിട്ടുണ്ടേ ലുലു മാളൊക്കെ. ഈ ലുലു മാളിൻ്റെ ഒക്കെ ഓഡിറ്റ് സൈൻ ചെയ്യുന്നത് അതാരാണ്? അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആരാണ്? ഞാൻ CAക്കാരനല്ല, CA പഠിച്ചത് ആളാണ്, കംപ്ലീറ്റഡ് അല്ല. അപ്പോൾ ഈ ലുലു മാളിൻ്റെ ഒക്കെ ഓഡിറ്റ് ആരാ ചെയ്യുന്നത്? അതാരാ സൈൻ ചെയ്യുന്നത്? ഇപ്പോൾ ഈ ടാക്സ് ഓഡിറ്റ് വരുമല്ലോ, 1 കോടിക്ക് 2 കോടിക്കൊക്കെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ടാക്സ് ഓഡിറ്റ് നിർബന്ധമാണല്ലോ. ഇതാരാ സൈൻ ചെയ്യുന്നത്? ഇയാൾക്ക് സൈൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ പറയാനുള്ളത്, ലുലു മാൾ കണ്ടാൽ പോരാ, അതാരാണ് അതിൻ്റെ ഓഡിറ്റ് സൈൻ ചെയ്യണമെന്ന് കൂടി ഒന്ന് നോക്കിയാൽ നന്നാവും. നിങ്ങൾക്ക് കമൻ്റ് ഇടുമ്പോഴേ. പിന്നെ ഞാൻ അതൊക്കെ പറയണത് നിങ്ങൾക്ക് ടാക്സ് എന്തെങ്കിലും സേവ് ചെയ്തോട്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കുറച്ച് ബിസിനസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ പാവങ്ങളല്ലടാ. കാരണം മാരുതി കാറിലൊക്കെ കിടക്കുന്ന ആൾക്കാരല്ലേ. പിന്നെ അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിലാരും കരഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം മാറ്റില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഞാൻ അതിനെ റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ചില മാറ്റങ്ങളുണ്ടാവും. എനിക്കത് ബോധ്യപ്പെട്ടാൽ എൻ്റെ ചാനൽ തന്നെ പറയാം നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാമെന്നുള്ളത്. നിലവിൽ എനിക്ക് തോന്നുന്നില്ല അത് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നുള്ളത്.
കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ കൺസെപ്റ്റിൽ ഒരിക്കലും അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ക്ലെയിം ചെയ്താൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് മാറും. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ആളാണ്, റെഗുലർലി കാണുന്നില്ലെങ്കിലും വീഡിയോ കാണുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ടാക്സ് അപ്ഡേറ്റ്സ് നല്ലതാണ്, എനിക്കിഷ്ടമാണ്. അതായത് പുതിയ കാര്യങ്ങൾ വരുന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ റെഡിയാണ്. കാരണം ചെറിയ ആളുകളും വലിയ ആളുകളൊക്കെ പറയുന്നത് അവർ അപ്ഡേറ്റ് ചെയ്ത പുതിയ കാര്യങ്ങളാകുമ്പോൾ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഈ മേഖലയിൽ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരാളെ കൊച്ചായിട്ട് കണക്കാക്കരുത്. അതിപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾ പെട്ടിക്കട നോക്കിയത് അവരും ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സൈനിങ് അതോറിറ്റി ഇല്ല, അതൊരു ചോദ്യമാണല്ലോ. അപ്പം ആരും ഒക്കെ തികഞ്ഞാനൊന്നല്ലടേ.